നമസ്കാരം ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നസീർക്ക, ബിജിക്കുട്ടൻ ചേട്ടാ, ടിനിറ്റം ചേട്ടാ, നമസ്കാരം. നമസ്കാരം. ആദ്യത്തെ സ്കിറ്റ് എടുക്കട്ടെ. വിളി. മണിക്കുട്ടൻ ചേട്ടനുണ്ട്, മായുണ്ട്, കൂടെ അനീഷ് ഉണ്ട്. ഒരു നല്ല കൈഡി. വേറെ അയ്യോ, പാത്രം എടുത്തറിയല്ലേ സാറേ, പാത്രം എടുത്തറിയല്ലേ സാറേ. അയ്യോ, പശുവിനെ അഴിച്ചുകൊണ്ടുവല്ലേ സാറേ, പശുവിനെ അഴിച്ചു കേട്ടല്ലോ സാറേ, പശുവിനെ അഴിച്ചുകൊണ്ടുവല്ലേ. ഇവക്കൊന്നത് ബാധ കയറിയ നട്ടുച്ച കിടന്ന് ഉറങ്ങിയിട്ട്. അയ്യോ സാറേ, സാറേ ജപ്തിയല്ലേ, സാറേ ജപ്തിയല്ലേ, ജപ്തിയല്ലേ സാറേ, വീട് ജപ്തി ചെയ്ത് കൊണ്ടുവല്ലേ സാറേ, വീട് ജപ്തി ചെയ്ത് കൊണ്ടുവല്ലേ. അയ്യോ, പ്രേമേട്ടൻ എന്താ ഇവിടെ? ഞാൻ കൊടൈക്കനാൽ പോകാൻ ബസ് കാത്തിരിക്കുന്നു. നമ്മുടെ വീട് ജപ്തി ചെയ്യുമ്പോഴോ? എനിക്ക് എന്റെ വീട്ടിൽ ഇരിക്കണ്ടേ? അയ്യോ, ഞാൻ നമ്മുടെ വീട് ജപ്തി ചെയ്യുന്നത് സ്വപ്നം കണ്ടു. സന്തോഷമായി. സന്തോഷോ? അല്ല, ആ വഴിക്കെങ്കിലും നീ എന്നെ സാറേന്ന് വിളിച്ച് കാലി പിടിച്ചല്ലോ. അയ്യ, ഇത് കാലെ പിടിച്ച് വാരും ഞാൻ. വേണ്ട, ജപ്തി നോട്ടീസ് വന്ന് കിടക്കുന്നു. ഇത് നാളെ തന്നെ എടുത്തു വന്നേക്കണം. നാളെ ആക്കണതിന് ഇപ്പൊ എടുത്തു തരാം. ഇത് എടുത്തു തരേണ്ട കാര്യമല്ല. നിങ്ങൾ 3.5 ലക്ഷം രൂപയ്ക്ക് നമ്മുടെ വീട് പണയം വെച്ചോ, അതിന്റെ ആധാരം ഇങ്ങോട്ട് എടുത്തു തരാൻ. ഇടി, നീ ഇങ്ങനെ നടന്ന് ബഹളം വെക്കാതെ അടുക്കളയിൽ പോയി വല്ല തിന്നാ വെക്കാൻ നോക്ക്. എന്തിന്? ഇടി, എന്റെ കൂട്ടുകാരൻ ബോംബെന്ന് വരുന്നുണ്ട്. നീ ആണെങ്കിൽ ചോറും ചമ്മന്തി മാത്രമല്ലേ ഉണ്ടാക്കോളൂ. അതിനാണെങ്കിൽ ഒരു രസവും ഇല്ല. നാളെ ഈ വീട് ജപ്തിയാവും. അപ്പൊ നല്ല രസമായിരിക്കും കാണാൻ. ആ രസം കൂട്ടി അങ്ങ് കൂട്ടുകാരൻ ഉണ്ടാക്കിയാൽ മതി. ആ രസം കൂട്ടി ചോറ് കഴിക്കാൻ പറ്റുമോ? നിങ്ങൾ ആധാരം എടുത്തു തരുന്നുണ്ടോ? ഇല്ലേ? ഈ ബഹളം വെക്കാതെ. ഈ വരുന്ന നിസ്സാരക്കാരനല്ല, വലിയ പന്നനാ. പന്നനോ? പന്നനാ, സമ്പന്നൻ, ഓഡീസൻ. അവനടുത്ത് നമ്മൾ ഈ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞ അവൻ നമ്മളെ സഹായിക്കും. സഹായിക്കും. പിന്നെ ചിലപ്പോ അവൻ എന്നെ ബോംബെ കൊണ്ടുപോയിരിക്കും. അതിനിടെ കയറി ഞഞ്ഞാ പിഞ്ഞാ വർത്താനൊന്നും പറയരുത്. ഇല്ല, ഞാൻ ഞഞ്ഞാ പിഞ്ഞാന്ന് പറയില്ല. പിഞ്ഞാ ഞഞ്ഞാന്ന് പറഞ്ഞ കുഴപ്പമുണ്ടോ? മതി. ഞാനും കസാരെടുത്തൊരു ഏറ് തരും. കൂട്ടുകാരനൊന്നും പറഞ്ഞിട്ട് ഈ കുടുംബത്തോട്ട് ഞാൻ കയറ്റത്തില്ല. അതല്ല, അങ്ങ് ജംഗ്ഷനില് അവിടെ ചെന്നോണം, കണ്ടോണം, പോക്കോണം അങ്ങോട്ട്. വീണതല്ല, ഭൂമി വന്ദനം. അല്ലാതെ തല കറങ്ങി വീണതല്ല. എന്റെ നാടിന്റെ മണമുള്ള മണ്ണേ. അവിടെയാ ഞങ്ങളുടെ പട്ടി കിടക്കുന്നത്. പ്രേമ, അയ്യോ, എത്ര നാളായടാ നിന്നെ കണ്ടിട്ട്. ഇങ്ങോട്ട് നോക്കി ചോദിക്ക്. എത്ര നാളായടാ നിന്നെ കണ്ടിട്ട്. കോനത്തും നല്ല കോലത്തിലായിരുന്നു. ഇങ്ങനെ എന്നെ എപ്പ കെട്ടിയോ അന്ന് എന്റെ കോലം കെട്ടി. ഞാനാ ഭാര്യ. എന്റെ ഭാര്യ. പേരെന്താണെന്ന്? വിമല. സുകുമാരൻ പിള്ള. അതാരാ? അവളച്ഛൻ. അച്ഛൻ എന്ന് പറഞ്ഞാ നല്ലത്. അപ്പൊ അമ്മ എന്ന് പറഞ്ഞ മോശമാണോ? ഭയങ്കര ബെടക്കാന്നല്ലോ. തെക്ക് ഇത് വടക്കവിടെ. ഇത് തെക്ക് വടക്കവിടെ. നിനക്കൊരു മാറ്റമില്ലല്ലേടാ. അതൊക്കെ വീട്. ബോംബെയിൽ എന്തുണ്ട് വിശേഷം? ഒരു രക്ഷയില്ല. അവിടെ ഒരു രക്ഷയില്ലാത്തവരാണ് ഇങ്ങോട്ട് തള്ളിക്കൊണ്ടു. അവിടെ പൊളിയല്ലേ? എടാ, ബോംബെ നീ എവിടെയായിരുന്നു? ബാന്ദ്ര. ബോംബെയിലാണോ? ആന്ധ്ര. ബാന്ദ്ര. അവിടെ എന്തായിരുന്നു ജോലി? എടാ, ഇത് കണ്ട കൈ നോട്ടോ? അതല്ല, തഴമ്പ് കണ്ടോടാ. തഴമ്പിന്റെ ബിസിനസ്സാ? ശരിക്കും നിനക്ക് എന്താണ് ബിസിനസ്? എടാ, എനിക്ക് വസ്ത്രത്തിന്റെ ബിസിനസ് ആണ്. വസ്ത്രമല്ലടാ, എനിക്ക് തുണിയുടെ ബിസിനസ്. തുണി. എടാ, ഹോളിവുഡ് നടിമാർക്കൊക്കെ ഞാനല്ലേ തുണി കൊടുക്കുന്നേ. അതിന് അവർക്ക് എവിടാ തുണി? നീ അമീർ ഖാൻ എന്ന് കേട്ടിട്ടുണ്ടോ? അമീർ ഖാൻ എന്ന് ആരാ കേൾക്കാത്തത്? എടാ, എന്റെ നിക്കറാ അമീർ ഖാൻ ഇടുന്നേ. നിന്റെ നിക്കറാണ് അമീർ ഖാൻ ഇടുന്നത്? അങ്ങനല്ല, ഞാൻ കൊടുക്കുന്ന തുണി കൊണ്ടാണ് പുള്ളി നിക്കർ അടിച്ചിരുന്നത്. ഒരു ദിവസം ഒരു നിക്കർ, 30 ദിവസം കൊണ്ട് 30 നിക്കർ കൊടുക്കണം. അപ്പൊ നീ ഇങ്ങോട്ട് വന്നപ്പോ അമീർ ഖാൻ നിക്കറാ നിൽക്കുകയായിരിക്കും. അത് പോട്ടെ. അതെ, നിങ്ങളുടെ വിശേഷങ്ങൾ പറ. അയ്യോ, നാട് മൊത്തം കാടും ലോണും. നാട് മൊത്തം കടോ? പഴയ കണക്ക് തന്നെ. എത്ര കുട്ടികളാ? 5 കുട്ടികൾ. അത് ശരി, നാട് മൊത്തം ലോണും കടവും, എന്നിട്ട് 5 കുട്ടികളോ? അത് എന്റെ കുറ്റം പറയണെന്തിന്? ഇന്ത്യ മഹാരാജ്യം എത്രയോ രാജ്യങ്ങളിൽ കടം മേടിക്കുന്നു, എന്നിട്ട് ഇന്ത്യയിൽ കുട്ടികൾ ഉണ്ടാകുന്നില്ലേ? ഞാൻ ഇന്ത്യയുടെ വല്ലതും ചോദിച്ചോ? അപ്പൊ അതിന് ഒരു കുഴപ്പമില്ല. അത് ന്യായമാണല്ലോടാ. ഒരു മാറ്റമില്ലടോ നിങ്ങളെ. യവനെ അറിയാവോ? അത് ശരി, അപ്പൊ ഇയാൾ ആരാന്ന് അറിയണ്ടാണോ നിങ്ങൾ ഈ കുടുംബത്തോട്ട് വന്നത്? അതല്ല ഞാൻ പറഞ്ഞേ, യവനെ ഞാൻ നിങ്ങൾ എടുക്കുക. അയ്യോ, സന്തോഷം. അതുകൊണ്ടല്ലേ ഇത് കണ്ടോ, ബോംബെയിൽ പണക്കാർ മാത്രം കുടിക്കുന്ന സാധനമാണ്. അതെന്താ, പാവങ്ങൾ കുടിച്ചാ തൊണ്ട കുഴിക്കാത്തോട്ട് ഇറങ്ങത്തില്ലേ? ഞാൻ അതല്ല പറഞ്ഞത്. ഇന്നത്തെ ദിവസം പെങ്ങൾ അവന്റെ മെക്കിട്ട് കയറരുത്. 2 എണ്ണവും കുടിച്ചോട്ടെ. ഒരു ഒഴിയടാ. ഒഴിക്കുന്നോ?
വിളി. അയ്യോ ഡ്രൈ ആടാ, വെള്ളമില്ല. കുഴപ്പമില്ല. ഞാൻ പെട്ടെന്ന് പിടിക്കും. മകളെ തണുത്ത എന്തെങ്കിലും ഉണ്ടോ? ഐസ് ഫ്രിഡ്ജ് ഉണ്ടോ? ഫ്രിഡ്ജ് ഇല്ല. ഫ്രിഡ്ജ് ഇല്ലേ? എന്റെ പ്രേമന്റെ പെണ്ണിന് ഫ്രിഡ്ജ് ഇല്ലേ? പ്രഗ്നന്റ് പെണ്ണോ? എപ്പോ? പ്രേമന്റെ പെണ്ണോ? പ്രേമന്റെ വിളിച്ച് തെറ്റി പറയും. പിടി. ഫ്രിഡ്ജ് വാങ്ങിച്ചോ? അറിയാ, എന്റെ ഭാര്യ കുടുംബത്തിൽ പറഞ്ഞതാ. അവളിത് വാങ്ങിക്കത്തൊന്നുമില്ല, അറിയാമോ? വാങ്ങിച്ച എല്ലാം അണ്ണാ ശങ്കർദാസ്. ശങ്കർദാസ് അണ്ണ, ക്ഷമിക്കണം, നമ്മുടെ ഫ്രിഡ്ജ് ഇല്ലാത്തോണ്ടാണേ അണ്ണ. അണ്ണ ഞാൻ ഈ കിണറ്റിന്ന് കോരിയ നല്ല തണുത്ത വെള്ളം ഉണ്ട്, എടുക്കട്ടെ? മതി, അത് നാച്ചുറൽ. ഇപ്പൊ വരാവേ. ഓന്ത് മാറും ഇതുപോലെ. മിണ്ടല്ലേ, അണ്ണന് വെള്ളം കൊടുക്കട്ടെ. ഒഴിക്കുന്നു. കളയാതെ ഒഴിക്കണം. 12 വർഷം പഴക്കമുള്ള സാധനമാണ്. അത് ശരി, പഴയ സാധനം വരുന്നത്. പഴയ സാധനത്തിനല്ലടാ വീര്യം. അത് പറഞ്ഞു. എന്റെ അപ്പൂപ്പന് 90 വയസ്സുണ്ട്. ഒരു വീര്യം ഇല്ലാതെ കട്ടിലെ ഞെളിഞ്ഞ് കിടക്കുക. നീ സത്യം പറഞ്ഞ ISROയുടെ ഫ്രണ്ടിലേക്കും പോയി നിൽക്കരുത്. നിന്നെ റോക്കറ്റ് കയറ്റി മേളിലോട്ട് വിടും. അതിനുള്ള വിദ്യാഭ്യാസം നമ്മക്കില്ലേ? അണ്ണാ ശങ്കർദാസ്. ശങ്കർദാസ് അണ്ണ, നാച്ചുറൽ വെള്ളം. ലേശം ഓവറല്ലേ? ലേശോ കൊറേ കുടിച്ചോ? കുടിച്ച്. വെള്ളം ചേർത്തില്ല. അണ്ണ വെള്ളം എങ്ങനെയുണ്ട്? നാച്ചുറൽ വെള്ളം. സത്യം പറയാൻ നിങ്ങൾ ഭാഗ്യവരാ. നല്ല വെള്ളം, നല്ല വായു, നല്ല നാട്ടുകാർക്ക്. ഓ, എന്തോ ഭാഗ്യം അണ്ണാ. അതെന്നാ? കെട്ടുതാലി വരെ ഇല്ല. എന്ത്? അതുകൊണ്ടോ ഈ വിറ്റ്. എന്റെ പ്രേമന്റെ പെണ്ണിന് കെട്ടുതാലില്ലെന്നോ? അസംഭവ്യം. ഞാൻ പറഞ്ഞു എന്ന മാല ഊരി പിടി. അളിയ, അന്തസ്സുള്ള വീട്ടിൽ അവളിത് വാങ്ങിക്കൂല. വാങ്ങിച്ചങ്ങ് ഇട്ട്. പിന്നെ സ്നേഹത്തോടെ വരുമ്പോ മേടിക്കണ്ടേ? അണ്ണ ടച്ചിങ്സ് എടുത്ത് കഴി. ശങ്കർദാസ് അണ്ണ, ടച്ചിങ്സ് എടുത്ത് കഴി അണ്ണ. എടാ, ഇതല്ലേ ടച്ചിങ്സ്? നീയാണെന്റെ ടച്ചിങ്സ്. ഞാനാണോ സകലകുട്ടി? ഞാനാണോ അവന്റെ ടച്ചിങ്സ്? സത്യം പറഞ്ഞ ഒന്നും വിചാരിക്കരുത്. ഒരു ഉമ്മ വെക്കുന്നുണ്ട് വിരോധമുണ്ടോ? പെങ്ങളല്ല, യവനെ. അയ്യോ അയ്യോ, നമ്പർ 20-ലെ മോഹൻലാൽ മമ്മൂക്കിക്ക് ഉമ്മ കൊടുത്ത പോലെ തന്നെ. സത്യം പറയാലോ ശങ്കർദാസ് അണ്ണ, ശരിക്കും ഒരു മോഹൻലാൽ തന്നെ. അയ്യോ, പക്ഷെ ഇച്ചിരി ഹൈറ്റ് കുറവുണ്ടല്ലേ? ആ കുറവുള്ളൂ, ബാക്കിയെല്ലാം കറക്റ്റ്. അടിച്ചു. അതല്ല, ഓരോട് കൊടുത്തോട്ടെ. കുറിക്കാൻ എന്തെങ്കിലും വേണം. ആ പട്ടി അഴിച്ചു പറ. അതെന്തിനാ? ഒരയ്ക്കാനല്ല, കുറിക്കാൻ. മകളെ അടുക്കളയിൽ പോയി എന്തെങ്കിലും ഇച്ചിരി എന്തെങ്കിലും വെച്ചിട്ടുണ്ടായിരുന്നു. വാ. ഇവിടെ ഒന്നും വെച്ചില്ല അണ്ണ, ഇവിടെ ജപ്തിയാ. മതി, അതായാലും എരിവ് കൂട്ടിയെടുത്തോ. ജപ്തി എന്ന് പറഞ്ഞ പലഹാരമല്ല, ഞങ്ങളുടെ വീടേ ഇങ്ങനെ 3.5 ലക്ഷം രൂപയ്ക്ക് പണയം വെച്ച് അതിപ്പോ ജപ്തി ചെയ്യാനായിട്ട് നാളെ ബാങ്കുകാര് വരും. മകളെ നീ കരയരുത്. എന്റെ പ്രേമന്റെ പെണ്ണിന്റെ കണ്ണീർ ഇവിടെ നിലത്ത് വീഴരുത്. ഇല്ല, ഓർഡർ പോയില്ല. ഞാൻ പറയും പിന്നെ. കരയരുത്. കണ്ണീര് സ്പ്രെഡ് ചെയ്ത ഇത് ഒപ്പ് സ്പ്രെഡായി പോകും. പിടി. മാല ഓക്കെ, ഫ്രിഡ്ജും ഒക്കെ. ഇത് അവള് വാങ്ങൂല, ഇത് ഞാൻ വാങ്ങും. അതേ ഉള്ളു. എന്നിട്ട് ഞാൻ പോക്കറ്റ് ഇങ്ങനെ ഇടും. മോളെ, ആരും സങ്കടപ്പെടരുത്. സന്തോഷായി അണ്ണ, എനിക്ക് സന്തോഷായി. സന്തോഷം ആഗ്രഹിക്കാത്ത ആരുണ്ട്? അയ്യോ, ഇപ്പൊ കമന്റ് വന്ന് താഴെ ഇങ്ങനെ കുമിഞ്ഞു കൂടിയെന്ന് പാടില്ല. ആരാണ് ജപ്തി ചെയ്തത്? അണ്ണ സൊസൈറ്റി. സൊസൈറ്റി എന്നാണെന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടോ? ജംഗ്ഷൻ അപ്പുറത്തുണ്ട്. ആ സൊസൈറ്റി ഞാൻ മൊത്തം വിലക്ക് വാങ്ങിക്കും. അപ്പൊ ഈ പെട്ടി കൊടുത്താ സൊസൈറ്റി കിട്ടുമോ? ഇത് എന്റെ സമ്പാദ്യം മൊത്തം ഒന്നുണ്ട്. ഒന്നുകൊണ്ട് പേടി, നിങ്ങൾ കരയരുത്. എനിക്കതാണ് ആവശ്യം. ഇനി ഞാൻ എവന്റെ ഒരു കുസൃതി പറയട്ടെ. കുസൃതിയാണോ? കുസൃതി അല്ല, എവന്റെ കുസൃതി പറയട്ടെ. നമ്മളെ സ്കൂളിൽ പഠിക്കുമ്പോ
എന്തല്ല കുസൃതി അല്ലേ? ഞാൻ പറയും നീ പറ. അവനൊരു പ്രേമം ഉണ്ടായിരുന്നു. ലളിത. അയ്യോ, ലളിതയുടെ കാര്യമൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവള് ഓപ്പൺ മൈൻഡ് ഫാമിലി ആളിയാ. അപ്പൊ രാജേശ്വരിയോ? അതാരാ രാജേഷ്? അത് രാജേശ്വരിയുടെ ആങ്ങള രാജേഷ്. അനാവശ്യം പറയില്ല ഞാൻ. എവിടെ അളിയ അവള് സീരിയസ് ആയിട്ട് എടുക്കും. ഒരക്ഷരമുണ്ട്. രാജേശ്വരിയായിട്ട് കടുത്ത പ്രേമം, മുടിഞ്ഞ പ്രേമം. എന്റെ കണ്ണുപിടിച്ച് കുടിച്ച് അണ്ണൻ പറയട്ടെ, ആരണ്ണ രാജേശ്വരി? രാജേശ്വരിയായിട്ട് മുടിഞ്ഞ പ്രേമം. അവസാനം അവളെ തേച്ചിട്ട് വേറെ കല്യാണം കഴിച്ചു പോയി. കല്യാണം കഴിച്ചു പോയി. അവള് കല്യാണം കഴിച്ചു, നമ്മള് കല്യാണം കഴിച്ചു. അതവിടെ തീർന്ന് എന്നാ ഞാൻ കരുതിയ. പക്ഷെ ഒരു വർഷം കഴിഞ്ഞപ്പം അവളെ അവൻ ഉപേക്ഷിച്ചു പോയി. അവളെ ഭർത്താവ് കളഞ്ഞിട്ട് പോയി. സ്വാഭാവികം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവനെന്റെ വീട് സൊസൈറ്റി കൊടുത്ത് 3.5 ലക്ഷം രൂപ മേടിച്ച് അവ കൊടുത്ത് അവളെ ഗൾഫിൽ പറഞ്ഞു വിട്ടത്. കിട്ടിയതാണ്. മോളെ ഇത് വിശ്വസിക്കില്ല. അവൻ നാങ്കരുന്ന നോണേ പറയൂ. സത്യം മിണ്ടരുത്. നിങ്ങള് മിണ്ടി പോവരുത്. നീ ബോംബെന്ന് കുറ്റി പറിച്ചിട്ടുണ്ട്. കുടുംബ കലക്കാരനാ. നിനക്കറിയാവോടാ? എന്റെ ഭാര്യ ഒരു ഉറുമ്പിനെ പോലെ നോവിക്കാത്തവളാണ്. ഉറുമ്പിനെ പോലെ അറിയാമോ? ഇവിടെ വീട് പണയം വെച്ച് നിങ്ങൾ 3.5 ലക്ഷം വേറെ പെണ്ണുങ്ങൾക്ക് തിന്നാൻ കൊടുക്കും അല്ലടാ? തിന്നാൻ കൊടുക്കും. അപ്പൊ ഞാനും എന്റെ 5 പെൺമക്കളും കൂടെ വഴിയിലിറങ്ങി തെണ്ടിക്കോട്ടെ. നല്ലടാ, തെണ്ടിക്കോട്ടെ. ഞാനേ എന്റെ പാട്ടിന് പോണ്. പാട്ടറിഞ്ഞൂടാ. എവിടെ പോയി പാടുപടി? സീരിയസ് പറഞ്ഞോണ്ടിരിക്കുമ്പോ കോമഡി പറയുന്നോടാ. വിശ്വസിക്കരുത്. എനിക്കൊന്നും കേൾക്കണ്ട. എടാ, കിടന്ന് പുഷ്പ കളിക്കാതെ ഞാൻ പറയുന്നത് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. അളവിൽ വെച്ച് അണ്ണാ ശങ്കർദാസ് എന്ത് പുല്ലെങ്കിലും ആവട്ടെ, ഞാൻ ഒരു കാര്യം പറയാം. ഇയാൾക്ക് ബോധം വരുമ്പോ പറഞ്ഞേക്ക്, ഞാൻ എന്റെ മക്കളായിട്ട് ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. നീ എന്റെ നെഞ്ചത്തി ഔട്ടിട്ടേ പോകുന്നു. ആരങ്ങോട്ട് നിനക്കുള്ള ഞാൻ തരാടാ. ആ തരാം. അവള് പോടാ. പോന്നേ പോടറാ. എവിടെ പോയ? പോന്നേ പോടറാ. നിനക്ക് ഞാനുണ്ട്. നിനക്ക് എത്ര കാശ് വേണം ഞാൻ തരും. നിന്റെ കാശിച്ചൊക്കെ എല്ലാം ഉണ്ടല്ലോ. ഇനി അത് വെച്ച് അങ്ങ് ജീവിച്ചോളാം. ഓക്കെ. അത് പറഞ്ഞപ്പോഴാണ് അളിയ, എടാ ഒരു 10 ദിവസം ഞാൻ ഇവിടെ നിന്നോട്ടെ. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും വണ്ടിച്ചേക്ക് എഴുതി കൊടുക്കണം. അങ്ങനെ ഒരു അസുഖമുണ്ട്. ബോംബെ 10 കേസ്, കയറാൻ പറ്റത്തില്ല. ഇവിടെ പോലീസ് അന്വേഷിക്കും. ഇവിടെയും 10 കേസ്. ഇനി വീട്ടിൽ കയറാൻ വയ്യടേ. ഞാൻ ഒരു 10 ദിവസം ഇവിടെ നിന്നോട്ടാ. വണ്ടിച്ചേക്ക് പറ്റി കഴിഞ്ഞ 12 പെഗ് അടിച്ചിട്ടും ഞാൻ വീണില്ല. എന്റെ ഒറ്റയടി വീണ് പോയടാ. നല്ല സ്കിറ്റായിരുന്നു. നല്ല കൈഡി തിരിച്ചേട്ടാ. പെർഫോമൻസ് കാലയ്ക്ക് കളഞ്ഞിട്ട് ഈ ഒരു സംഭവമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ സമ്പന്നനായ ഒരു കള്ളുടിയം വരുന്നത് അല്ല കള്ളു പിന്നെയാണ് കുടിച്ചത്. പക്ഷെ ഈ ബോബര് മോളിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇത്രക്ക് ഷോ കാണിക്കുന്നു. അതുപോലെ കണ്ട ഒരു കാർട്ടൂൺ ഫിഗർ കണ്ടത്. അത് അസലായിട്ടുണ്ട്. അത് മണിക്കൂട്ടൻ കളിച്ചപ്പോഴും ഒരു ആളുടെ അനുകരിക്കാതെ ഉള്ള കുടിയനായിരുന്നു. അതുപോലെ തന്നെ പാപ്പാലേനെ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു ലാലേട്ടൻ ടച്ച്. കാരണം ഒന്ന് ചിലപ്പോ ബോഡി ലാംഗ്വേജിന്റെ ഒക്കെ ആയിരിക്കും തിരിയണതും പിടിക്കുന്നത്. അതായിരിക്കും. നീ സമാധാനം തരത്തില്ല റൂമിൽ ചെന്ന. മായ പിന്നെ എപ്പോഴും ഒരു പല എങ്ങനത്തെ കല്ലാണെങ്കിലും അതിന്റെ ഇടയിൽ വെക്കുന്ന സിമെന്റ് ആണ്. സ്ട്രോങ് സിമെന്റ് ആണ്. അവരെ കൂട്ടി യോജിപ്പിക്കുന്ന മായ തന്നെയാണ്. നന്നായിട്ട് വളരെ സട്ടിലായിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. കാരണം ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെന്താണ് വളരെ സൈഡിൽ ഇങ്ങനെ സൈലന്റ് ആയിട്ട് അത് കറക്റ്റ് ടൈമിങ് അല്ലെങ്കിൽ പോവുക, അത് അടിച്ചു പോകും. അതിന് സൗണ്ട് കൂടുതലായാലോ അല്ലെങ്കിൽ കുറഞ്ഞു പോയാലോ അത് കറക്റ്റ് പഞ്ച് കിട്ടില്ല. അപ്പൊ നല്ലൊരു സ്കിറ്റായിരുന്നു. ഓക്കെ, അടിപൊളി. താങ്ക് യു ചേട്ടാ. ചേട്ടാ നന്നായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 3 പേരും നന്നായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കൗണ്ടറുകൾ പറഞ്ഞുള്ള തമാശയേക്കാൾ കൂടുതൽ നിങ്ങളുടെ
കളിയിൽ കുറേ തമാശകളുണ്ടായിരുന്നു. നിങ്ങൾ കളിച്ച് അത് മനോഹരമാക്കി. കാരണം നമ്മൾ അടിക്കടി കൗണ്ടറുകളല്ല ഈ സ്കിറ്റിൽ ഞാൻ കണ്ടത്. നിങ്ങളൊരു ഒരു വർക്ക് 3 പേരും മനോഹരമായിട്ട് അത് ചെയ്തിട്ടാണ്. എനിക്ക് തോന്നുന്നു കുടിയനൊക്കെ നമ്മൾ ഈ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഭയങ്കര സ്റ്റാൻഡേർഡൊക്കെ ആയിട്ട് മറ്റേ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഇങ്ങനത്തെ ഒരു കുടിയൻ, കാരണം നമ്മൾ പ്രതീക്ഷിച്ചത് ഇയാൾ വലിയ ആൾ തന്നെയാണ്. കാരണം സാധനങ്ങൾ എഴുതി കൊടുക്കുന്നു, ചെക്ക് എഴുതി കൊടുക്കുന്നു, ഫ്രിഡ്ജ് വാങ്ങിക്കുന്നു, മാല എടുത്ത് കൊടുക്കുന്നു. അപ്പോൾ ഇയാൾക്ക് ആരുമില്ല, അങ്ങനെ കൊടുക്കുന്ന കുറേ ആളുകളുണ്ട് അങ്ങനെ. അപ്പോൾ അതിൽപ്പെട്ട ഒരാളാണെന്നാണ് കരുതിയത്. പക്ഷേ എനിക്ക് അതല്ലായിരുന്നു. അവസാനം വന്നപ്പോൾ ആ ക്ലൈമാക്സ് നന്നായിരുന്നു. ക്ലൈമാക്സ് ഗംഭീരമായിരുന്നു. പിന്നെ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള കുറേ സാധനങ്ങൾ നല്ല വർക്കൗട്ടായി. എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ സ്കിറ്റുകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതുമൊന്നും തൊടാതെ നിങ്ങൾ വേറൊരു റൂട്ട് പിടിച്ച് അത് കൊണ്ടുവന്ന് നല്ല ക്ലൈമാക്സിൽ എത്തിച്ച് 3 പേരും നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ അടിച്ചു പൊളിച്ചിട്ട് അടുത്ത സ്കിറ്റ് നന്നായിട്ട് കൊണ്ടുവരിക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇത് നേരത്തെ നമ്മൾ പല സ്കിറ്റുകളും കണ്ട ഒരു തോന്നൽ എനിക്ക് വന്നു. പക്ഷേ ഇവരെ രണ്ടുപേരും പറഞ്ഞ പോലെ അവതരണ ശൈലിയിൽ ഒരുപാട് മാറ്റങ്ങളും ഒരു ഫ്രഷ്നെസ്സും നമുക്ക് ഫീൽ ചെയ്തു കേട്ടോ. കാരണം പഴയ ഒരു സാധനം പുതിയൊരു കുപ്പിക്കകത്തേക്ക് ഇറക്കിയെങ്കിൽ പോലും ഇറക്കിയ കുപ്പി നല്ല കുപ്പിയായിരുന്നു. എൻ്റെ സീനിൽ അത് ഫീലിംഗ് ഉള്ള ഒരു പോർഷൻ ആണെങ്കിലും അവിടെയും നിങ്ങൾ കൗണ്ടർ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു എന്നുള്ള കാര്യം നമുക്കത് സീരിയസ് ആയിട്ട് ഫീൽ ചെയ്തില്ല. അപ്പോൾ അത് അവതരണത്തിൻ്റെ ഒരു മികവാണ്. 3 പേരും ഗംഭീരമായിട്ട് ചെയ്തു. കഴിവതും റിപ്പീറ്റേഷൻ വരാത്ത സാധനങ്ങൾ സെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് ശ്രമിക്കണം കേട്ടോ. തീർച്ചയായും ഗംഭീരമായിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോ ഈ സ്കിറ്റിന്റെ മാർക്ക് ആദ്യം ഞാൻ കൊടുക്കാം. ബിജിക്കുട്ടൻ ചേട്ടാ, ഞാനൊരു 16,000 രൂപ കൊടുക്കാം. 16,000 രൂപ. ഞാനൊരു 15,000 രൂപ കൊടുക്കാം. 31,000 രൂപ ആയിട്ടുണ്ട്. ചേട്ടാ, ടോട്ടൽ എമൗണ്ട് 60,000 രൂപ. നല്ല മാർക്കാണ്. ഇതിൽ നിന്ന് ആർക്കും എടുത്തു കൊടുത്തേക്കരുത് ഒന്നും. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. സൂക്ഷിച്ചു വെക്കണം. അത്ര അടിപൊളിയായിട്ട് വാ. ഓക്കെ ചേട്ടാ, കാണാം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്തൊരു സ്കിറ്റ് അല്ല. സ്കിറ്റിൽ വരെ നമ്മൾ വേറെ ഐറ്റം ഇറക്കാൻ പോവാണ്. ഐറ്റം വേറെ. ഏത് ഐറ്റം ആണെങ്കിലും കാണാൻ ഇമ്പമായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ ഐറ്റം ഇവിടെ നമ്മൾ ഫസ്റ്റ് ടൈം ഇറക്കാൻ പോകുന്നത്. സിത്താറിന്റെയും വയലിന്റെ ഒരു ഫ്യൂഷൻ. കൂടെ ബാക്കപ്പിന് വേണ്ടി വേറെ 2 ആർട്ടിസ്റ്റുകളും വന്നിട്ടുണ്ട്. കീസ് ഉണ്ട്, പെർക്കഷൻ ഉണ്ട്. ഇപ്പൊ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു കിടിലം ഫ്യൂഷൻ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്യാൻ പോവാം. റെഡിയാണോ?
നല്ല സെഷൻ ആയിരുന്നു കേട്ടോ. നിങ്ങളുടെ ടീമിന് അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും ഇല്ലല്ലേ? ഞങ്ങൾ വലിയൊരു ബാൻഡിലെ കുറച്ച് മെമ്പേഴ്സാണ്, എല്ലാവരും ഇല്ല ഇന്ന്. നമ്മുടെ ഷോയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മളിന്ന് യാനിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്, സിത്താർ. അപ്പോൾ യാനി വളരെ യങ് ആണ്, സ്വാതിരുന്നാളുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്, 19 വയസ്സേ ഉള്ളൂ. ഞങ്ങളെ കാറ്റഗറിയുടെ ജൂനിയറാണ്. അപ്പോൾ സിത്താറിൻ്റെ ഇങ്ങനെ പ്രോഗ്രാം ഫ്ലവേഴ്സിന് വേണ്ടി ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഇന്ന് കൊണ്ടുവന്നതാണ്. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴും പറഞ്ഞത് സിത്താർ വയലിൻ ഫ്യൂഷൻ ആണെന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ എല്ലാവരെയും ആദ്യം പരിചയപ്പെടാം. ഇതാണ് യാനി. യാനി എന്താ മ്യൂസിക് പഠിക്കുവാണോ? ഇപ്പം സ്വാതിരുന്നാൾ കോളേജിൽ മ്യൂസിക് വീണ മെയിൻ എടുത്ത് പഠിക്കാം. അടിപൊളി. ബ്രോയുടെ പേര്? എൻ്റെ പേര് ലിബിൻ റോബിൻസൺ. ലിബിനാണ് പെർക്കഷൻസ് ഫുൾ ടൈം ആർട്ടിസ്റ്റ്. ഫുൾ ടൈം ആർട്ടിസ്റ്റ്. അടിപൊളി. വയലൻസ്? ബാലപ്രസാദ് എന്നാണ് പേര്. ബാലപ്രസാദ് ക്ലാസ്സിൽ മുമ്പ് വന്നിട്ടുണ്ട്, ഈ ഫാമിലിയുടെ ഒരു അംഗമാണ്. എൻ്റെ പേര് ജസ്റ്റിൻ. ഇപ്പോൾ ഫുൾ ടൈം മ്യൂസിക്കാണ്, നേരത്തെ ഫ്ലവേഴ്സിൽ വന്നിട്ടുള്ളത്. അടിപൊളി. 4 പേരുടെ ചേർന്ന് നല്ലൊരു സെഷനാണ് നമുക്ക് തന്നത്. അല്ല, എന്നാലും നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാണല്ലോ. അതെ. 2 പേര് ഓൾറെഡി വന്നിട്ടുള്ളവരാണ്, 2 പേര് പുതിയതായിട്ട് വന്നു. അപ്പൊ 4 പേരായി. ഇനി ബാക്കി മെമ്പേഴ്സ് ഇല്ലേ, അവരൊക്കെ ആയിട്ട് ഒരു വലിയ ഹെവി ആയിട്ടുള്ള ഒരു ഫ്യൂഷനുമായിട്ട് വീണ്ടും വരട്ടെ നിങ്ങൾ. തീർച്ചയായിട്ടും. ഇതെന്തായാലും കലക്കി, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. നല്ല ഫീലുള്ള ഒരു ഇൻസ്ട്രുമെന്റ്സ് ആണ് ഈ സിത്താറും അതേപോലെ വയലിനും ഒക്കെ. ആ കൂടെ നിങ്ങളുടെ റിതവും കീബോർഡും ഒക്കെ കൂടി ആയപ്പോൾ മൊത്തത്തിൽ ഒരു കളർഫുൾ പഞ്ചായിരുന്നു. ഭയങ്കര രസമായിരുന്നു. എത്ര വർഷമായിട്ട് ഇത് അഭ്യസിക്കുന്ന അപ്പം സിത്താർ? ഞാനിപ്പോ കുറച്ചേ ആയിട്ടുള്ളൂ, പ്രോപ്പറായിട്ട് പഠിച്ചു തുടങ്ങിയിട്ട് 4 വർഷം അത്രേ ഉള്ളൂ. അച്ഛനാണ് എൻ്റെ ഗുരു. ശരി. പഠിപ്പിക്കുന്നത്. എന്താ അച്ഛൻ്റെ പേര്? സജി. അച്ഛനും പിന്നെ ഇൻസ്ട്രുമെന്റ്സ് ആണോ അതോ? അതെ, അച്ഛൻ സിത്താറിസ്റ്റാണ്. ഓക്കെ. ഈ സിത്താർ വായിക്കുന്നത് ഒരുപാട് പേരില്ലല്ലേ? കുറവാണ് ആള് സിത്താർ വായിക്കുന്നത്. സിത്താർ, വീണ അതിൻ്റെയൊക്കെ കുറവാണ്. തിരിച്ചേട്ടാ? യാനി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തില് പിയാനിസ്റ്റ് ആണ്, അറിയാലല്ലേ? അച്ഛൻ അത് ഇഷ്ടപ്പെട്ട് പേരിട്ട് അങ്ങനെ ഇട്ടതാണ്. അതെ, യാനി എന്നാണ് പേര്. സക്കീർ ഹുസൈന്റെ ലുക്ക്, പണ്ഡിറ്റ് രവിശങ്കറിന്റെ കഴിവ്, അല്ലേ സിത്താർ? താങ്ക് യു. 3 കൂടി ചേർന്നിട്ടുള്ളതാണ്. ഫാനാണ്, പുള്ളിയുടെ ഫാനാണ്. തീർച്ചയായിട്ടും ആണ്. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിൽ ഫിസിക്കലായിട്ടും മൂവ്മെന്റ് ഉള്ളത് ശരിക്കും വയലിനിസ്റ്റ് തന്നെയാണ്. നമ്മൾ കൂടുതൽ അങ്ങോട്ടായിരിക്കും ഫോക്കസ് ചെയ്യണത്. പക്ഷെ പണിയെടുക്കുന്നത് ചിലപ്പോൾ ഇപ്പുറത്ത് നോക്കുമ്പോൾ കീബോർഡിസ്റ്റാ ബാക്ക് ചെയ്യണത്. സിത്താറിസ്റ്റിന് അറിയാം ഇടയ്ക്കുള്ളൊരു പണി എന്ന് പറഞ്ഞാൽ 1.5 പണിയാണത്. ശരിക്കും അത് കറക്റ്റ് ആ പിച്ചിങ്ങിന് ഭയങ്കര പണിയാണ്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് വേറെ ആരുമല്ല, ഡ്രമ്മറാണ്. കാരണം നിങ്ങൾ റിതം ഫീഡ് ചെയ്തല്ല കൊണ്ടുവന്നേക്കണത്, മാനുവലായിട്ടാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിസ്സാര പണിയിൽ ഇവരുടെ ഒപ്പം ഓടി എത്തണമെങ്കിൽ അതേ താളം കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ശരിക്കൊരു മേശയുടെ 4 കാല് പോലെയാണ്. ആരാണ് മികച്ചതെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. 4 പേർക്ക് 4 പേരുടെ പാട്ട് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഗംഭീരമായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് കർണസൗഖ്യം ഉണ്ടായിരുന്നു, ഭയങ്കര ബഹളങ്ങളൊന്നും ഇല്ലാണ്ട്. അന്ന് വളരെ കൂള് ദിലീപേട്ടൻ്റെ പാട്ടിലാണ് തുടങ്ങിയതല്ലേ, ഭയങ്കര രസം ഉണ്ടായിരുന്നുണ്ട്. അതിന് വേറൊരു ഷെയ്ഡ് നമുക്ക് ഫീൽ ചെയ്ത്. ആ പാട്ട് പോലെയല്ല തോന്നിയത്, വേറൊരു ഷെയ്ഡും മൂഡും ഫീൽ ചെയ്ത്. അത് നിങ്ങളുടെ ഒരു കഴിവാണ്. എനിക്ക് തോന്നുന്നത് അധികം ആൾക്കാരില്ലാതെ ഇങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്. കാണാനും കേൾക്കാനും ഒക്കെ ഭംഗി അതായിരിക്കും എനിക്ക് തോന്നുന്നു. ഒരുപാട് ആൾക്കാർ വന്നു സിംഫണിയിലൊക്കെ അങ്ങനെ വരാറുണ്ട്. ഞാൻ പറഞ്ഞത് ഇത് ഇത്തിരി കുറച്ചും കൂടി ചെറുതാവുമ്പോൾ ക്യൂട്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് നല്ല രസമായിട്ട് നിങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. താങ്ക് യു ബിജുക്കുട്ടൻ ചേട്ടാ. ഗംഭീരമായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ കാതിനും കണ്ണിനൊക്കെ കുളിർമയേകുന്ന ഒരു പ്രകടനം വരുന്നു. ഫുൾ ബാൻഡിന്റെ പേരെന്താണ്? അപ്പോൾ ബാക്കപ്പ് പ്ലാൻ. എവിടെ സ്ഥലം? അപ്പോൾ ഇതിന്റെ മൊത്തം ബേസ്ഡ് കൊല്ലമാണ്. കൊല്ലം ബേസ്ഡാണ് ബാൻഡ്. സിത്താർ വായിച്ച ആള് ഇപ്പൊ എത്ര വയസ്സുണ്ടെന്ന് പറഞ്ഞത്? 19. അതിനൊരു കയ്യടി വേറെ കൊടുക്കണം. എനിക്ക് തോന്നുന്നു ഇത്രയും ചെറുപ്പം ആള്, ഞാൻ ഒത്തിരി പ്രായമൊക്കെ ഉള്ള ആളുകളാണ് ഇത് വായിച്ചൊക്കെ കണ്ടാക്കണം അല്ലേ? അതെന്തായാലും ഒരു കയ്യടി തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഒരു 10-25 വയസ്സൊക്കെ ആകുമ്പോൾ ഇതിന്റെ ഉസ്താദാവും എന്തായാലും. എന്തായാലും ആവും അത്. മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണിനും കാതിനും നല്ല കുളിർമ ഉള്ളൊരു പ്രകടനം വരുന്നു. അപ്പോൾ നിങ്ങളുടെ ബാൻഡിനും നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് കേട്ടോ. താങ്ക് യു ബിജുക്കുട്ടൻ ചേട്ടാ. ഒത്തിരി സന്തോഷം. ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് സമയം, നേരത്തെ പറഞ്ഞ പോലെ കണ്ണിനും കാതിനും നല്ല സുഖമുള്ള കുറച്ച് സമയം സമ്മാനിച്ചാൽ താങ്ക് യു യാനി. ഇനി കാണുമ്പോൾ വലിയ ഒരാളാവണം. താങ്ക് യു ബ്രദേഴ്സ്. താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. പോൾസൺ ബാസി ചേട്ടന്റെ ടീമാണ് വരാൻ പോകുന്നത്. കൂടെ സിസി ഒരു നല്ല കൈഡി. ഹലോ ഹലോ. ആ ചേട്ടാ, നിങ്ങൾ ഈ സ്ഥലം നോക്കാന്ന് വരാൻ പറഞ്ഞിട്ട് വന്നില്ലല്ലോ, എന്താണ്? സ്ഥലം നോക്കണ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അവിടെ കറണ്ടും വെള്ളമൊക്കെ ഉള്ള സ്ഥലമാണോ? എന്റെ ചേട്ടാ, എല്ലാ സൗകര്യം ഉണ്ടെന്നേ. നിങ്ങൾ ആദ്യം ഒന്ന് വന്ന് കണ്ടു നോക്ക്, കൊതിയാവും. നല്ല അലുവാ കഷ്ണം പോലെ ഇരിക്കല്ലേ? ഈ അലുവാ കഷ്ണം പോലെയാണ് എനിക്ക് വേണ്ട കേട്ടോ. ചേട്ടാ, എനിക്ക് ഷുഗർ ഉള്ളതാ. ചെടി അലുവാ കഷ്ണം എന്ന് പറഞ്ഞത് അതല്ല, നല്ല സമചതുരത്തിൽ ഇരിക്കുന്ന സ്ഥലം. അയ്യോ, സ്ഥലമായിരുന്നല്ലോ. അയ്യോ, എന്റെ പേര് ഇതാരിങ്ങനെ വെച്ചേ.
ഇവിടെ സാബു നീ പിന്നെ എന്നെ വേലി കയറ്റി കേട്ടിയല്ലേ? ഇവന്റെ സ്ഥിരം പരിപാടിയാ ഈ വേലി കയറ്റി കേട്ടുന്നേ. എന്തൊരു കഷ്ടാന്ന് നോക്കണേ. ഞാനേ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്. ഇവന്റെ കാര്യം അവര് നോക്കിക്കോളൂ. അല്ല സാറേ, കൂട്ടം കൂടിക്കാൻ വേണ്ടി ഇവിടെ ആരും ഇല്ലല്ലോ, ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതെനിക്കറിയാലോ, എനിക്ക് കണ്ണ് കാണാം. വരുമ്പോ ഒരു പഞ്ചിന് എൻട്രി പല്ല് ഞാൻ ഒരു ഓളം വെച്ചത്. അല്ലാതെ ഇവരുടെ ഇതുണ്ടെന്നും സംഭവം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഈ വനജ ആരാ? ഞാനാ സാറേ. തേടിയ വള്ളി കാലിൽ ചുറ്റി. വനജേ, ഈ കാണുന്നതാണോ നിങ്ങളും സാബുവും തമ്മിലുള്ള പ്രശ്നം നടക്കുന്ന വേലി? ഈ കാണുന്ന വേലിയാ സാറേ. ഈ സാബു എപ്പോഴാണ് ഈ വേലി അങ്ങോട്ട് കയറ്റി കെട്ടിയത്? അതെ സാറേ, എനിക്ക് പനി വന്ന് ഞാൻ വയ്യാണ്ട് കിടക്കുമ്പോഴാ സാറേ വേലി കയറ്റി. വയ്യാതെ വന്നപ്പോഴാണ് ഇത് വയ്യാ വേലി. സാബു എന്തി അവരിവിടെ ഉണ്ടോ? സാബു ഇവിടെ ഉണ്ടായി സാറേ. അവനിവിടെ ഉണ്ട്, അവനോട് ദേവന് സാറേ. ഈ പല്ലെല്ലാം കൂടെ കുത്തിച്ചാടിക്കുവാണോ അത് അറുത്ത് വിടുവാണോ? നീ ആ വെള്ളിനെ കുത്തി പല്ലിനെല്ലാം കൊന്നോ? നീയാണോ സാബു? അതെ സാറേ. സത്യം പറ സാബു, നിന്റെ പ്ലാൻ എന്നാ? 1 GB ഡാറ്റയും അൺലിമിറ്റഡ് കോളും, അതാണ് എന്റേത്. 199 രൂപ. സാറിന്റെ പ്ലാന്? എന്റെ 2 GB ഡാറ്റയും അൺലിമിറ്റഡ് കോളും. അപ്പൊ 299 രൂപ. 399. സാറേ, ഇങ്ങനെ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. വരിക, സോറി, വരികയുടെ പ്ലാൻ വരുന്നത് തന്നെ പറ. എന്റെ സാറേ, ഞാൻ പ്ലാൻ ചോദിക്കാൻ വേണ്ടിട്ടാണോ സാറിന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തേ? അതിർത്തിയുടെ കാര്യം ചോദിക്കാം. സാബു, നീ എസ്ഐന് മൊബൈലിന്റെ പ്ലാൻ പറഞ്ഞ് റൂട്ട് മാറ്റി വിടാൻ നോക്കുന്നു? ഇല്ല സാറേ, ഇല്ല സാറേ. സത്യം പറ സാബു, ഇവിടെ വാ. സാറേ വന്നു സാറേ. സത്യം പറ, ഈ വേലിയേറ്റം എങ്ങനെ ഉണ്ടായത്? സാറേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള ഒരു ഗുരുത്വാകർഷണ ബലം മൂലം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് സാറേ, ഒരു പ്രതിഭാസമാണ് വേലിയേറ്റവും വലിയിറക്കവും. ഭൗമശാസ്ത്രജ്ഞ, ഞാൻ ഈ യൂണിഫോം ഇട്ട് ജോഗ്രഫിക്ക് തോറ്റു വന്ന് നിൽക്കണം എന്നാണോ നിന്റെ വിചാരം? എടാ, 10ാം ക്ലാസ്സിലെ SSLC പരീക്ഷക്ക് ജോഗ്രഫിക്ക് 50 18 മാർക്ക് ഉണ്ടായിരുന്നു, എനിക്കറിയോ? സാറിന് 18 മാർക്ക് ഉണ്ടായിരുന്നോളൂ? എനിക്ക് 37 മാർക്ക് ഉണ്ടായിരുന്നു സാറേ. പക്ഷേ എനിക്ക് ഹിസ്റ്ററിക്ക് 49 ഉണ്ടായിരുന്നു. നിനക്ക് എത്ര ഉണ്ടായിരുന്നു? എനിക്ക് 17. അവന് ഹിസ്റ്ററിക്ക് 17 ഉണ്ടായിരുന്നുള്ളൂ, 49. ഞാനാ ജയിച്ചത്. എന്റെ സാറേ, ഇത് ഇവിടെ ചോദിക്കാനാണ് വന്നത്. എന്റെ പ്രശ്നത്തിനൊരു പരിഹാരം കാണുന്നു. അത് ശരിയാണ്. മാർക്ക് ലിസ്റ്റ് പറഞ്ഞ് വീണ്ടും റൂട്ട് മാറ്റുന്നു. ഇല്ല സാറേ. എടാ, ഉള്ള കാര്യം ഉള്ള പോലെ പറയണം. ആരാണ് വേലി കയറ്റി കെട്ടിയത്? സാറേ, അവരാണ് വേലി കയറ്റി കെട്ടിയത്, ഞാനല്ല സാറേ. സാറേ, ഞാനല്ല സാറേ, അവനാ വേലി കയറ്റി കെട്ടിയത്. അവരാണ് കയറ്റി കെട്ടിയത്. കയറ്റി കെട്ടുമല്ലോ, നിങ്ങൾ രണ്ടും കൂടെ എന്നെ താഴ്ത്തി കെട്ടുവാണല്ലോ. സാറേ, ഇവൻ തന്നെ സാറേ വേലി കയറ്റി കെട്ടിയത് എനിക്കറിയാം. സാറേ, ഇങ്ങോട്ട് വന്നേ. സാർ, ഇവൻ പറയണതൊന്നും വിശ്വസിക്കാൻ പറ്റൂലെന്ന്. സാർ, അവന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചൊന്ന് നോക്കി സാറേ. ബാബു എന്നോട് ഫിഗർ ചെയ്യാൻ കേട്ടോ, അടിപൊളി. പണത്തിന് വേണ്ടി ഞാനൊരു കുതിരയെ പോലെ പായും, മറ്റാരും എത്താത്ത അത്ര വേഗത്തിൽ. ഫിഗർ ഇറ്റോ ഉള്ളു, വോയിസ് ഇറ്റോ അല്ല. ആണോ? വോയിസ് എടുത്താ പൊളി. എന്റെ സാറേ, ഇവനെ കൊണ്ട് ഫിഗർ ഷോ കളിപ്പിക്കാൻ വേണ്ടി വന്നതാണോ സാറ്? സാറ് ഇവൻ ലോക ഫ്രോഡാന്ന്. സാറേ, ഞാനൊരു പെണ്ണല്ലേ, എന്റെ മേലുള്ള ഇവന്റെ നോട്ടം തന്നെ ശരിയല്ല സാറേ. ആഹാ, എന്റെ സ്റ്റേഷൻ വരെ സ്ത്രീകളുള്ള ഒരു അറിയാമോ? പെണ്ണുങ്ങളെ വൃത്തികെട്ട രീതി നോക്കൂല. എന്നോടില്ല സാറേ, പിന്നെ എന്തെങ്കിലും കാര്യം പറയാൻ വരുമ്പോണ്ടല്ലോ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കൂല സാറേ. മുഖത്ത് നോക്കി? പിന്നെ അവന് ഏത് ഏരിയയിൽ നോക്കണം? അവൻ ഈ കണ്ട പ്ലാവിലും മാവിലൊക്കെ നോക്കി സംസാരിക്കും സാറേ. അതാണ് വിഷയം. നിന്റെ നോക്കാത്തതാണോ നിന്റെ പ്രശ്നം? എന്റെ സാറേ, നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയാൻ ചെന്നാൽ നമ്മൾ മുഖത്ത് നോക്കിയാലേ വർത്താനം പറയണ്ടേ? എന്ത് ചെയ്യണ്ട്? പെണ്ണുമ്പിള്ളേരെ വാക്കും കേട്ടിട്ട് പാവത്തിനെ ഇടിച്ച് ചതച്ചു കൂട്ടി. സാബു, സാബു എന്നാ സാറേ? ജീവനുണ്ട് ദൈവമേ. സാബു, അതെ, ഞാൻ ഇടിച്ച ഇടി കുഴപ്പമില്ല. സാബു ക്ഷമിക്ക്, ഒരവസ്ഥ ഏത് പോലീസുകാരും പറ്റും. പോലീസല്ലോ സാർ, SI അല്ലേ? എന്നെ സാബു ഈ സമയത്ത് ഗ്രേഡ് നോക്കേണ്ട കാര്യമില്ല. ഈ നക്ഷത്രം വിട്ട് ഈ യൂണിഫോമിന്റെ കളർ മാത്രം പിടിച്ചാൽ മതി. ഒന്ന് ക്ഷമിക്ക, പറ്റിപ്പോയി. പെണ്ണുമ്പുള്ള നിങ്ങൾ സാറെന്താ വിളിച്ച പെണ്ണുമ്പുള്ളേന്നാ? സാറേ, എനിക്ക് അത്ര വലിയ പ്രായമൊന്നുമില്ല സാറേ. പിന്നെ വനജക്ക് എത്ര വയസ്സുണ്ട്? 28 ഉള്ളൂ. എന്റെ പെണ്ണ് സാറേ, ആ പുള്ളിക്കാരിക്ക് 10-40 വയസ്സുണ്ട്. നിങ്ങൾ എല്ലാം കണ്ടോണ്ടിരിക്കാണ്.
പറവനെ ഇവൻ എപ്പോഴാണ് ഈ വേലി ഇങ്ങോട്ട് മാറ്റി കിട്ടുന്നത്? രാത്രി വന്ന ഈ വേലി കയറ്റി കെട്ടുന്നേ. ആണല്ലേ? രാത്രി വന്നെന്ന് പറയുമ്പോൾ ഒരു വ്യക്തമായിട്ട് പറയാം, എന്നാലല്ലേ എനിക്ക് ഇവനെ പിടിക്കാൻ പറ്റും. അതെന്താണെന്നറിയോ സാറേ, ഇവന്റെ അതിരിലാണ് ഞങ്ങളുടെ കുളിമുറി ഇരിക്കുന്നത്. അതാരെ അവിടെ കൊണ്ടുവച്ച്? അത് ഞങ്ങൾ തന്നെ സാറേ. അപ്പൊ കൊണ്ട കൊടുത്ത ഇവനെ കുറ്റം പറയാൻ പറ്റും? ഞാനേ എല്ലാ ദിവസവും 8 മണിയാവുമ്പോ രാത്രി ഏട്ടാ സാറേ, രാത്രി ഒരു 8 മണിയാവുമ്പോ ഞാൻ കുളിക്കാൻ കയറും. സാറേ 8 മണിക്കല്ല സാറേ, 8:30ക്കാണ് അവർ കുളിക്കാൻ വേണ്ടി കയറുന്നത്. സാറേ കയറുന്നത് അവര് പറഞ്ഞല്ലോ 8 മണിക്കാന്ന്. നീയാണോ തീരുമാനിക്കുക? 8:30 സാറേ, എനിക്ക് തെറ്റിപ്പോയതാ. അവനാ ശരി പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞാണോ ശരി? സാബു നോട്ട് ദ പോയിന്റ്. 8:30 ഞാൻ പോക്കും. 8:30ക്ക് കുളിക്കാൻ കയറുമ്പോ അപ്പൊ ഞാൻ അങ്ങനെ കുളിക്കാൻ കേറിയിട്ട് ലൈറ്റ് ഇടുമല്ലോ സാറേ. ലൈറ്റ് ഇടുമ്പോണ്ടല്ലോ സാറേ, ഇവനുണ്ടല്ല, ഇവൻ പണിയും കഴിഞ്ഞ് കുടിച്ച് ലെക്ക് കെട്ട ഒരു വരവുണ്ട് സാറേ. നീ കുടിച്ച് ലെക്ക് കെട്ട് വന്നിട്ട് ഇവൻ ഓട് കുളിച്ച് നോക്കുവോ അതോ വെല്ലടിച്ച് തൂങ്ങിക്കിടന്ന് നോക്കൂ? എന്ത്? അല്ല, കുളിക്കുമ്പോ ഒളിഞ്ഞു നോക്കണ്ട. ഇവൻ ഒളിഞ്ഞു നോക്കാറില്ല സാറേ. പിന്നെ ഇവനാ കുടിച്ചിലൊക്കെ കേട്ടിട്ട് ഇവന്റെ വീട്ടിൽ വന്ന് കയറി കിടന്നുറങ്ങും. അത് ശരി. അപ്പൊ ഇവൻ കുളിച്ചും പിടിക്കാൻ മതിയല്ലേ? അതൊന്നും അവനെ കൊണ്ട് പറ്റുമെന്നില്ല സാറേ. വീണ്ടും ആ പാവത്തിൽ പൊറോട്ട മാവ് കുഴക്കണ കൂട്ടി കുഴച്ചിട്ട് സാബു എന്നാ മോനെ കിടക്കണേ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഈ സമയത്ത് ചോദിക്കാൻ പറ്റുമെന്ന് അറിയാൻ മേല, ആവർത്തന വിരസതയുള്ളൊരു ചോദ്യമാണ്, എന്നാലും ഞാൻ ചോദിക്കും. ഇപ്പൊ പന്ത് നിന്റെ കോർട്ടിലാ, നീ ചോദിച്ചു. സാറിന് ആരാ സാറേ പോലീസിലെടുത്തത്? സാറ് അച്ഛൻ മരിച്ചു ഒരു വിളി വല്ലതും കരുതാണ് ചോദിച്ചറിയാവോ? കറക്റ്റ്, ഞാൻ അച്ഛൻ മരിച്ച ഒഴിവ് കയറിയതാ. അപ്പൊ അച്ഛൻ എങ്ങനെയാ പോലീസ് കയറിയത്? അച്ഛൻ്റെ അച്ഛൻ മരിച്ച ഒഴിവ് കയറിയത്. അപ്പൊ അച്ഛൻ്റെ അച്ഛൻ എങ്ങനെ കയറി? അച്ഛൻ്റെ അച്ഛൻ മരിച്ച ഒഴിവ് കയറിയതാ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങളുടെ ഫാമിലിയില് ടെസ്റ്റ് എഴുതി ആരും പോലീസ് കയറില്ല, തന്തമാരെ കൊന്നിട്ട് കയറിയതാണോ മൊത്തം ആൾക്കാർ? ബാബു, ഇതിനുള്ള മറുപടി ഞാൻ വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. സാറേ അവരോട് ചോദിക്കും സാറേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. വനജയുടെ ഹസ്ബൻഡ് എവിടെയാണ്? ഗൾഫിലാ. വനജയ്ക്ക് എത്ര സെന്റ് ഉണ്ട്? സാറേ എന്റെ ഭർത്താവ് ഗൾഫിലാന്നൊക്കെയുള്ള, എനിക്ക് സെന്റ് ഒന്നുമില്ല സാറേ. ഞാൻ കുളി കഴിയുമ്പോ ഇത്തിരി പൗഡർ ഇടും, അതും ചൂടുപോരി പൊങ്ങാതിരിക്കാൻ വേണ്ടിട്ട്. അടിപൊളി. ഞാൻ എന്ത് ചോദിക്കുന്നു ഇവരെന്ത് പറയും? എന്റെ സാബു, നീ കേസ് ജയിക്കടോ, നീ മിണ്ടാതിരുന്നാ അതിന് മാത്രം മനസ്സിൽ ഈ പെണ്ണുമുള്ള പറയുന്നുണ്ട്. ഉണ്ടോന്നാണോ ഞാൻ ചോദിച്ചത്? നിങ്ങളുടെ പേരിൽ എത്ര സെന്റ് വസ്തു സ്ഥലം അതുണ്ടോന്നാ ചോദിച്ചത്? സ്ഥലം ഉണ്ടോന്നോ? അതൊരു 20 ചില്ലാനും വരും സാറേ. ഈ സ്ഥലം നിങ്ങൾ കാശ് കൊടുത്ത് ആരെങ്കിലും നിന്ന് വാങ്ങിച്ചതാണോ അതോ നിങ്ങൾക്ക് പമ്പരാതകമായി? എന്താ സാറേ? പിറവത്ത് നടക്കുന്ന കേസ് നീ എറണാകുളത്തേക്ക് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു പരിചയം ഒന്നുമില്ല. ഈ വസ്തു മുത്തച്ഛൻ അച്ഛന് കൊടുത്ത്, അച്ഛൻ മകന് കൊടുത്ത്, മകന്റെ മകന് കൊടുത്ത്. പരമ്പരാഗതമായിട്ട് കിട്ടിയതാണോ? ഈ കേസ് വനജ ജയിക്കും, ഇല്ല ഞാൻ ജയിപ്പിക്കും. അതെന്നാ സാറേ, ഞാൻ ഈ പരമ്പരാഗതം പറഞ്ഞോണ്ടാണോ? ഇല്ലെങ്കിൽ ഞാൻ അത് എഴുതാനോട് മൊത്തം തെറ്റിച്ച് ഈ കേസ് വേറെ റൂട്ടിൽ പോയി. പടിഞ്ഞാറേ വീട്ടിൽ പ്രഭാകരൻ മകൾ വനജ ബോധിപ്പിക്കുന്ന. സാറേ വനജയ്ക്ക് വായില്ല കേട്ടോ സാറേ. ആര് പറഞ്ഞു? ഇത്ര നേരം എന്നോട് സംസാരിച്ചിരുന്ന അവക്ക് വായില്ല, നിന്നോട് എന്താ സാറേ കേട്ടോ വിളി കേട്ടത്? വായു സാറ് വനജ നീ പേപ്പറിൽ എഴുതിയിട്ടില്ലേ? അതിനകത്ത് വായിട്ടിട്ടില്ല. സോറി, തെറ്റ് സംഭവിച്ചല്ലോ. പിന്നെ സാർ ഇതിനൊരു തീരുമാനം പറയണ്ടേ? ഞാൻ നോക്കിട്ട് ഒറ്റ കാര്യം നടക്കും. ഈ വസ്തു വിഷയത്തിൽ കിടക്കണ കാരണം നിങ്ങൾ ഇത് കോടതി പോയാൽ ഇതെങ്ങനെ ശരിയായി കിട്ടും? കോടതി പോയാൽ ഒരു കാലത്ത് കേസ് തീരുമാനമാവില്ല. അതാണ് എന്റെ പോലീസ് ബുദ്ധിയിൽ ഞാൻ പറയാം. ഒന്നല്ലെങ്കിൽ വനജയുടെ വസ്തു സാബുവിന് കൊടുക്കുക, അല്ലെങ്കിൽ സാബുവിന്റെ വസ്തു വനജയ്ക്ക് കൊടുക്കുക. പ്രശ്നം ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം എന്റെ സ്ഥലം ഞാൻ വിൽക്കാൻ കൊടുക്കില്ല. എന്റെ സ്ഥലം ഞാൻ ഇവന് കൊടുക്കില്ല സാറേ. നിന്റെ സ്ഥലം ആർക്ക് വേണ്ടി? അവളുടെ ഒരു സ്ഥലം വിചാരിച്ചേക്കണം. ഞാൻ ഈ യൂണിഫോം വാടക എടുത്ത് പ്രശ്ന വയസ്സിന് വന്ന് നിൽക്കണം. രണ്ടുപേരും കിടന്ന് അതിലൊക്കെ കിടന്ന്. നിന്റെ ഭർത്താവ് എവിടെ? ഗൾഫിൽ. ആണോ? നിനക്കൊരു പ്രശ്നം വന്ന് ആദ്യം ഓടി വരേണ്ട ആരടി? ഇവരല്ലേ? എന്നിട്ട് അവരാണോ നീ തട്ടിക്കറണേ നിസ്സാര സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞു? അങ്ങനെ പറഞ്ഞു കൊടുക്കും സാറേ. പറഞ്ഞു കൊടുക്കാനോ? നീ മിണ്ടരുത്. നീ കല്യാണം കഴിച്ചിട്ടുണ്ടോടാ? ഇല്ല സാറേ, ഞാൻ വൺവുഡാണ്. എന്നതാ വൺവുഡ്? വൺവുഡോ? അതെന്നതാ? ഒറ്റത്തടിയാണ്. CBSE ആണല്ലേ?
എന്റെ ഒറ്റത്തടി ഞാൻ വെട്ടി പെരുമാവൂർ പ്രൈവറ്റ് കമ്പനി കേട്ടോ. വേണ്ട സാറേ, വെട്ടണ്ട സാറേ. നിനക്ക് എല്ലാം പിടക്കോടി ഇല്ലാതെ ഒറ്റത്തടിയായിട്ട് നടക്കുവാണോ? അതെ സാറേ. നിനക്കൊരു നെഞ്ചുവേദന ഒരു ശ്വാസം മുട്ടൽ വന്നാൽ അവള് വേണ്ടി ഓടി വരാനായിരിക്കും. അതെ സാറേ. നിസ്സാര കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കണം. നാണോ നിനക്കൊക്കെ? ഇതാണ് അയലൊക്കത്ത് കൂടി ഇത്തിരി വസ്തു ഉണ്ടെങ്കിൽ തമ്മി തല്ലും ബേഗുകളും ആകപ്പാടെ വിഷയം. എടാ പരസ്പരം സ്നേഹിച്ച് പഠിക്കുക. എടാ ഇതൊന്നും അങ്ങോട്ട് പോകുമ്പോൾ ഇതൊന്നും ആരും കൊണ്ടുപോയില്ല. ആരും മണ്ണിൽ തീരും. അറിയാവോ? ബൈബിളിൽ പറഞ്ഞ എന്നാന്നറിയാവോ? ഇല്ല സാറേ. തന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അതിനൊക്കെ ഒരുപാട് അർത്ഥമുണ്ട്. കല്ലുപോലെ ഇരിക്കണുണ്ട്. നല്ലൊരു സാധനം പറഞ്ഞിട്ട് കൈയടിക്കണോ? ഒരു സാധനം കൈയടിയൊക്കെ തരാം. മതി പറഞ്ഞപ്പോ അടിക്കണല്ലേ, അത് മതി. പെണ്ണുമ്പിള്ളയാ ഉച്ച കൂണ് കഴിക്കാൻ ചെല്ലാൻ വിളിക്കണതാ. ഒന്നല്ലെങ്കിൽ ചെല്ലുമ്പോൾ മത്തി മേടിച്ചിട്ട് ചെല്ലണം, അല്ലെങ്കിൽ സാമ്പാർ കിട്ടിയുണ്ടല്ലോ. ഇത് രണ്ട് കാര്യത്തിലല്ലാതെ അവള് വിളിക്കത്തില്ല. ഹലോ പറയടി, മത്തി മേടിക്കണോ സാമ്പാർ കിട്ടി മേടിക്കണോ? രണ്ടും വേണ്ട, നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വന്നാ മതി. അതെന്നാ കാര്യം? നമ്മുടെ അയൽവക്കത്തുള്ള സുകുമാരൻ സാറില്ലയോ, അയാളുടെ വേലി നമ്മുടെ പറമ്പിലേക്ക് കേറ്റി കെട്ടി. ഈ ഫോൺ വെച്ചാ പട്ടിനെ ഞാൻ വെട്ടും. സാറേ സാറല്ലേ പറഞ്ഞത് തന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന്? അത് ഉപദേശിക്കുമ്പോ എന്റെ പറമ്പിക്കാൻ കഴിയിട്ടുണ്ട് അവന്റെ തലയാൻ പറ്റും. അപ്പൊ അന്തിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയാൻ പറ്റുള്ളൂ അല്ലേ സാറേ? എക്സാക്ട്ലി. നല്ലൊരു കൈയടി. കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ മൊത്തത്തില്? ഉണ്ടല്ലേ? അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഏതെങ്കിലും സംഭവങ്ങളൊക്കെ വിട്ടുപോയതായിട്ട് ചില സ്ഥലങ്ങൾക്കൊക്കെ നല്ല ലാഗ് ഫീൽ ചെയ്യുന്നു, ചില ഏരിയയൊക്കെ. പിന്നെ ചിരിയുടെ അംശവും ചെറുതായിട്ട് കുറവുണ്ട്. പക്ഷെ വേണമെങ്കിൽ കളിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു. തിരിഞ്ഞു പോയുള്ള പ്രശ്നം പറ്റിപ്പോയല്ലേ. അങ്ങനെ മാറിപ്പോകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. കാര്യം ഒരു ഫ്ലോ നഷ്ടപ്പെടുകയാണ്. അതാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നിങ്ങൾ ഗംഭീര ആർട്ടിസ്റ്റുകളുണ്ട്. കാരണം ഇതുപോലൊരു സ്ക്രിപ്റ്റ് കളിച്ച് നിലനിൽക്കാൻ എന്നെ കൊണ്ടൊന്ന് ജന്മത്ത് നടക്കൂല കേട്ടോ. കാരണം നല്ലൊരു സ്ക്രിപ്റ്റ് വന്നാൽ നമുക്ക് സുഖമായിട്ട് കളിച്ചു പോകാൻ പറ്റും. പക്ഷേ ഈ സ്ക്രിപ്റ്റ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ അവസാനിപ്പിക്കുന്നത് വരെയുള്ള ഒരു പൊട്ടൻഷ്യൽ നിങ്ങളുടെ ഭയങ്കരമാണ് കേട്ടോ. കാരണം നിസ്സാരമല്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ അത്ഭുതങ്ങൾ കാണിക്കുന്നത്. മൂന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകളാണ്. കാരണം ഇടയിൽ വെച്ചിട്ട് ഇട്ട് പോയി ഒന്നും ചെയ്യാണ്ട് അവസാന നിമിഷം വരെ യുദ്ധം ചെയ്തു എന്നുള്ളതാണ്. പിടിച്ചു തന്നു. അത് നിസ്സാര കാര്യമല്ല. കാരണം വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചു നേരം കളഞ്ഞ് അല്ലേ? അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്ക്രിപ്റ്റ് ഇല്ലാത്തതുകൊണ്ടേ. ബാസി അപ്പൊ അത് നമുക്ക് എൻജോയ് ചെയ്യുന്ന രീതിയിലാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി നോക്കി ചിരിച്ച സമയത്ത് ഓർത്ത് കിട്ടുമെന്ന് പുള്ളി ഓർക്കാനുള്ള സമയമാണ്. അത് അസാധ്യ ആർട്ടിസ്റ്റുകൾക്കേ പറ്റുള്ളൂ. അപ്പോഴും ഞാൻ പറയുന്നതാണ്, സ്ക്രിപ്റ്റ് ഇല്ലാതെയാണ് നിങ്ങൾ ശൂന്യതയിൽ നിന്നാണ് നിങ്ങളൊരു സംഭവം ഉണ്ടാക്കി കളിച്ചത്. അത് അസാധ്യ ആർട്ടിസ്റ്റുകൾക്കേ പറ്റുള്ളൂ. ഞാൻ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. പക്ഷെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ചേട്ടാ അല്ല, ഈ പോൾസം പറഞ്ഞ കാര്യം കറക്റ്റാണ് കേട്ടോ. കാരണം ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് കട്ടായി പോകാതെ തന്നെ ബാസി പിടിച്ചതുമ്പോൾ കയറി കറക്റ്റ് റൂട്ടിലേക്ക് കൊണ്ടുവരുന്ന ആളാണത്. അപ്പം അത് ഈ കാര്യത്തിൽ ശ്രമിച്ചിട്ട് നടന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാരാണ് നിങ്ങൾ 3 പേരും. അങ്ങനെയാണല്ലോ അത്. എനിക്ക് തോന്നണം, എനിക്ക് ആദ്യത്തെ അടി വരെയൊക്കെ നല്ല പഞ്ചിലേക്കായിരുന്നു. ആദ്യത്തെ അടിയിൽ ഒരു പാവപ്പെട്ടവനെ അടിച്ച് വീണ് കിടന്നപ്പോൾ ആ കിടപ്പിലും ഞങ്ങൾക്ക് ഭയങ്കര ചിരി വന്നിരുന്നു. ഇദ്ദേഹത്തിനും ഒരു മാനസാന്തരം വന്നിരുന്നു. അയ്യോ, ഒരു പാവത്തിനെയാണ് ഞാൻ അടിച്ചിട്ടത്. അവിടെ വരെയൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്കിറ്റ് നല്ല പഞ്ചി പോരുന്നതാണ്. കുറേ കഴിഞ്ഞ് രണ്ടാമത്തെ അടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോണ ഒരു കേസിൽ മാത്രമേ നിങ്ങളൊന്നും ഡൗൺ ആയി പോയിട്ടുള്ളൂ. ബാക്കി ആ സമയം വരെയൊക്കെ നല്ല ജില്ല് നിന്നിരുന്നാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ഡൗട്ടുകളൊന്നും വരാതെ നല്ല സ്കിറ്റുകളായിട്ട് വരിക. ബാസിയും കൂടി നമ്മൾക്ക് കുറത്തിൽ തികഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടിച്ചു പൊളിക്കുക. അടുത്ത പ്രാവശ്യം കിടിലിനാക്കുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അപ്പോ അതിർത്തി തർക്കത്തിന്റെ മാർക്ക് ഞാനൊരു 12,000 രൂപ. 12,000 രൂപ. ജനി ചേട്ടാ ഞാനൊരു 12,000. 24,000 രൂപ. ബിജുക്കുട്ടി ചേട്ടാ ടോട്ടൽ ബാക്കി ഞാൻ അയച്ചു. ടോട്ടൽ എമൗണ്ട് 40,000 രൂപ. ഇതിങ്ങനെ പോട്ടെ. അടുത്തത് നമുക്ക് കൂടുതൽ വാങ്ങിക്കണം. ഓക്കെ, ഇനി വഴക്കുണ്ടാക്കരുത് കേട്ടോ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. നമ്മുടെ ഇന്നത്തെ സമയം കഴിഞ്ഞു ഗായ്സ്. നമുക്ക് പോകാറായി. അടൂർ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഉഷാറായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഈ പ്രാവശ്യം വന്നപ്പോഴും. നമുക്ക് ചിരിക്കാനായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും വരാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ.